ശബരിമല SIT തെരഞ്ഞെടുപ്പിന് ശേഷം സജീവമാവുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ പലരും നമ്മളെ കളിയാക്കി, എല്ലാവരും ഇനി അകത്താരും കയറാനില്ല എന്ന് പറഞ്ഞു. ഉണ്ടെന്നേ, ഇനിയും ഉണ്ട് ചില ചേട്ടന്മാർ കയറാൻ. ഇപ്പോൾ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അതായത് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോഴുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ SIT അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് പ്രശാന്തിനെ മൊഴിയെടുക്കാൻ വിളിച്ചിട്ടുണ്ട്. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യും. കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി എടുക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനിടയിലാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസായി ഉണ്ട്. ആ വ്യവസായി ആരെന്ന് അറിയത്തില്ല, സ്വർണ്ണ വ്യവസായി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് രമേശ് ചെന്നിത്തലയും മറ്റേ SIT-ക്കാരും കൂടി പറയുന്ന ഒരു കള്ളമാണെന്ന് നമുക്ക് അറിയത്തില്ല. സ്വർണ്ണ വ്യവസായി എന്ന് പറഞ്ഞാൽ ആരും അന്വേഷിക്കത്തില്ലല്ലോ. മറ്റേതെങ്കിലും വ്യവസായിയാണെന്ന് പറയുമ്പോൾ ഇത് ആര് എന്ന് ചോദിക്കത്തുള്ളൂ. കുറെ ഉള്ള വ്യവസായികളുടെ പേരൊക്കെ ആളുകൾ എടുത്തിട്ട് അലക്കത്തുള്ളൂ. പക്ഷെ എന്തായാലും ഒരു വ്യവസായിയുടെ പേരിവിടെ പറയുന്നുണ്ട്. അപ്പൊ രമേശ് ചെന്നിത്തല പറയുന്നതനുസരിച്ച് വ്യവസായിയും കൂടി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഒരു കേസും കൂടി കയറി വന്നിരിക്കുന്നു. ഇനി രമേശ് ചെന്നിത്തല കൊടുത്ത മൊഴി ശരിയാണെന്ന് വ്യവസായിയും സമ്മതിച്ചിട്ടുണ്ട്. വ്യവസായി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല, ചിലപ്പോൾ രംഗത്ത് വരുമായിരിക്കും. വ്യവസായിയും സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ മൊഴിയും കൂടി കണക്കാക്കുമ്പോൾ SIT വളരെ വേഗത്തിലാണ് നീങ്ങുന്നത്. 1000 കോടിയുടെ കഥയാണ് ഇപ്പൊ കേൾക്കുന്നത്. അത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയോ വിറ്റോ, ആന്ധ്രയിൽ വിറ്റോ, കർണാടകത്തിൽ വിറ്റോ, മറ്റ് സ്റ്റേറ്റിൽ കൊണ്ടുപോയോ, വിദേശത്ത് കൊണ്ടുപോയോ, എവിടെയാണ് സ്വർണം കൊണ്ട് വിറ്റിരിക്കുന്നത് എന്നുള്ള വളരെ കൃത്യമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം മുതലേ ഞങ്ങൾ പറയുന്ന ഒരു പേരാണ്, ആരും പറയാത്ത, ഒരു ചാനലും പറയാത്തൊരു കാര്യമാണ്. ഇന്റർപോൾ വന്നല്ലാതെ ഈ കേസ് തീരുവില്ല. നിങ്ങൾ നോക്കിക്കോളൂ, ഇന്റർപോൾ വേണ്ടി വരും. ഇപ്പൊ CBIക്ക് വരാൻ വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖർ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അതുപോലെ CAG ഓഡിറ്റ് വേണം, കൺട്രോളർ ഓഫ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റ് വേണമെന്ന് പറഞ്ഞ്. സാധാരണ ഓഡിറ്റ് ഇല്ല ദേവസ്വം ബോർഡിന്, ആ ഓഡിറ്റ് ഇല്ല. സർക്കാരിന്റെ ഓഡിറ്റൊക്കെ ഉള്ളൂ, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് പോലുള്ള സർക്കാരിന്റെ കുറച്ച് ഓഡിറ്റുകളൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഓഡിറ്റ് ഇല്ല. എന്തായാലും ഈ ഓഡിറ്റ് വേണം എന്ന് നിർബന്ധമായി CAG ഓഡിറ്റ് വേണമെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ കത്ത് കൊടുത്തിട്ട് ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. ഈ ഹർജിയിൽ ജനുവരിയിലാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത്. അതിൽ എന്ത് വിധി വരുമെന്ന് അറിയില്ല. കാരണം അതിന്റെ ആളുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഗവൺമെന്റിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അവർക്ക് കാര്യങ്ങൾ പറയാനായുള്ള സമയം കൊടുത്തിരിക്കുകയാണ്. അവർ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം രാജീവ് ചന്ദ്രശേഖരന്റെ കേസ് എടുക്കും. കേസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് CBIക്ക് വിടുകയാണെങ്കിൽ, അതിനിടയിൽ കുറെ പേരെ കൂടെ അറസ്റ്റ് ചെയ്താൽ CBIക്ക് വിടുകയാണെങ്കിൽ കളം മാറും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു നേട്ടത്തിനിടയിൽ അവർ ഇനി കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ശമ്പള പരിഷ്കരണം അതും ഇതൊക്കെ കൊടുത്ത് കുറെ കാര്യങ്ങൾ ആശാ വർക്കേഴ്സിനൊക്കെ കുറച്ച് പൈസകളൊക്കെ കൊടുത്ത് അവരിങ്ങനെ പൊടിയിട്ട് അവലും മലരും ഒക്കെ കൊടുത്ത് റെഡിയാക്കി പഴമൊക്കെ കൊടുത്ത് വരുമ്പോഴായിരിക്കും ശബരിമല അയ്യപ്പൻ വീണ്ടും പുതിയ കേസുമായിട്ട് വരികയാണെങ്കിൽ പെടും. പിന്നെ അതുപോലെ തന്നെ ED വരാൻ റെഡിയായി നിൽക്കുന്നു. ED ഇപ്പൊ എന്താണ്, ന്യൂ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധി രക്ഷപ്പെട്ടു. പക്ഷേ എങ്കിലും കോടതി സ്റ്റേ ചെയ്തല്ലോ. ഇഡിയുടെ കണ്ടുപിടുത്തങ്ങൾ കോടതി സ്റ്റേ ചെയ്തു. എന്നാൽ പക്ഷെ ഇവിടെ നോക്കുമ്പോൾ EDയും കൂടി ഇനി വന്നാൽ, അത് ക്ലിഫ് ഹൗസിലേക്ക് ED പോയാൽ വളരെ ഗുരുതരമായ, അതീവ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലായിരിക്കും കേരളം പോകാൻ പോകുന്നത്. എന്തായാലും വളരെ വലിയ തോതിലാണ് ശബരിമല വിഷയം ഇപ്പോൾ വന്നിരിക്കുന്നത്. ശ്രീകുമാറിനെ കൂടി അറസ്റ്റ് ചെയ്യുമ്പോൾ ഇനി അടുത്ത ആരാണ് അറസ്റ്റ് എന്നറിയില്ല. ജയശ്രീ അതിനിടയ്ക്ക് സുപ്രീം കോടതി പോയിട്ടുണ്ട്. ആ വനിത എന്തായാലും വലിയ പണം മുടക്കിയിട്ടാണെങ്കിൽ സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഇത്രയും പൈസ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും വലിയ തോതിലാണ് അവർ കാശ് മുടക്കി സുപ്രീം കോടതിയിലൊക്കെ പോയിരിക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ. എന്താണ് അത് സംഭവിക്കാൻ അറിയില്ല. ആരാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഈ ഗവൺമെന്റിൽ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ? എന്തായാലും അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അവർ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ അറസ്റ്റ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. വീണ്ടും ആളുകൾ അറസ്റ്റ് ചെയ്ത് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതെവിടെയാണ് ചെന്ന് നിൽക്കുക എന്നറിയില്ല. എല്ലാ പാർട്ടികളുടെയും അതുപോലെ പ്രമുഖ വ്യവസായികളുടെയും സിനിമാ നടന്മാരുടെയും സെലിബ്രിറ്റികളുടെയും തന്ത്രിമാരുടെയൊക്കെ അടുത്തേക്ക് ഈ SITയുടെ റഡാർ നീങ്ങുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയേണ്ടുന്ന രാഷ്ട്രീയ കൗതുകം.